എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. 2021 +1 ഫിസിക്സ് മോഡൽ എക്സാമിൻ്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 to 16 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് 17 to 24. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാവാതെ ഈ മോഡൽ പേപ്പറിനെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം സമയം കളയുന്നില്ല, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻസർ എനി 4 questions from 17 to 24. ഈച്ച് ക്യാരീസ് 3 scores. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 4 ക്വസ്റ്റ്യൻ ആണ്. 17 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് 4 ക്വസ്റ്റ്യൻസ്. ഞാൻ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അത് കുറച്ച് എല്ലാം നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിലത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളതുണ്ടാവാം, പക്ഷെ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നൊക്കെ വന്നാൽ നമുക്ക് കൂളായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ ഫ്രീലി ഫാളിംഗ് ബോഡി is given by the equation y is equal to v0t minus half gt square. Using principles of dimensions, check the correctness of the equation. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആണിത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് മൈനസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഡയമെൻഷണൽ കറക്റ്റ്നെസ് നമുക്കിവിടെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇക്വേഷൻ ശരിയാണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല, ഡയമെൻഷനലി ആണോ എന്ന്. അപ്പം ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നുള്ളതിന് നോക്കണമെങ്കിൽ എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉള്ള ടേംസിൻ്റെ ഡയമെൻഷൻസ് സെയിം ആണോ, അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീലി ഫാളിംഗ് ബോഡീൻ്റെതാണ് തന്നിരിക്കുന്നത്. അപ്പം y എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷനാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എന്താണ്, L ആണ് അല്ലേ. അപ്പം v0 × t നമ്മളിങ്ങനെയാണ് എല്ലാം ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് കറക്റ്റ് ആണോ എന്ന് സെയിം ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ സബ്ട്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഓരോ ടേംസിൻ്റെയും കൂടി നോക്കണം. അപ്പം v0 × t, v0 എന്ന് വെച്ചാൽ വെലോസിറ്റി എന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം L(t⁻⁻1) ആണ്. അപ്പം m⁻0 L⁻1 t⁻⁻1 മൾട്ടിപ്ലൈഡ് ബൈ t. t എന്താണ്, t ആണ്, ക്യാപിറ്റൽ ലെറ്റർ t ആണ് എന്ത്, ടീൻ്റെ ഡയമെൻഷൻ. അപ്പം L അവിടെ നിൽക്കും, t⁻⁻1 t ആവുമ്പം അത് പിന്നെയും t⁻0 ആവും. അപ്പോൾ അത് പിന്നെയും നമുക്ക് L തന്നെ കിട്ടും. അപ്പം ഈ രണ്ട് ടേം സെയിം ആയി. ഇനി ഹാഫ് ജി ടി സ്ക്വയറിൻ്റെ നോക്കാം. ഹാഫിന് ഡയമെൻഷൻ ഇല്ല. ആക്സിലറേഷൻ ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം ജീൻ്റെ ഡയമെൻഷൻ L(t⁻²) ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി സ്ക്വയർ തന്നെയാണ് വരുന്നത്. അപ്പം മൂന്നാമത്തെ ടേമും L തന്നെ കിട്ടി, ഡയമെൻഷൻ L ആയിട്ട് കിട്ടി. അപ്പം നമുക്ക് എന്ത് പറയാം, 3 ടേംസും ഡയമെൻഷനലി സെയിം ആണ്. അപ്പം സെയിം ആണ് കിട്ടുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷൻസ് ദ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. അപ്പോൾ ഇത്രയും എഴുതി നമുക്ക് 3 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്. അപ്പം ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ, അല്ലെങ്കിൽ പാത്ത് ലെങ്ത്, ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഈ 2 ഫോർമുല എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ വന്നു. ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഹാവിങ് 0 ആക്സിലറേഷൻ. 0 ആക്സിലറേഷൻ എന്ന് പറയുമ്പം ഇത് ഓർമ്മിക്കണം, വെലോസിറ്റി ടൈം ഗ്രാഫും പൊസിഷൻ ടൈം ഗ്രാഫും ഡിഫറെൻ്റ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 0 ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യൂണിഫോം വെലോസിറ്റി ആണ്. യൂണിഫോം വെലോസിറ്റി കാണിക്കാൻ നമ്മുടെ പൊസിഷൻ ടൈം ഗ്രാഫിന് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് നമുക്ക് ഇത് സ്റ്റാർട്ടിങ് ഫ്രം ഒറിജിൻ അല്ലെങ്കിലും കൂടി നമുക്ക് ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഞാനിവിടെ സ്റ്റാർട്ടിങ് ഫ്രം 0 ആണ് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ വരച്ചാലും വെറുതെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. അതാണ് ഇവിടുത്തെ ഗ്രാഫിൻ്റെ ഷേപ്പ് വേണ്ടത്. ഓക്കെ, 0 ആക്സിലറേഷൻ എന്ന് വെച്ചാൽ യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് മോഷൻ സെയിം വെലോസിറ്റി ആയിരിക്കും. അപ്പം പൊസിഷൻ ടൈം ഗ്രാഫിന് ഒരു കോൺസ്റ്റൻറ്റ് സ്ലോപ്പ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, 3ഉം ട്രൂ ഓർ ഫാൾസ് എഴുതണം. കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ വെലോസിറ്റി ഓഫ് ദ ബോഡി. നമ്മൾ ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടുണ്ട് നമുക്ക് പഠിക്കാൻ, അതിലുള്ളതാണ് ഇതൊക്കെ ചോദിച്ചിരിക്കുന്നത്. 5 ലോസ് ആണ് അവിടെ പറയുന്നത്. ക്ലാസ് ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലിടാം.
Okay, so kinetic friction depends on velocity of the body എന്ന് വെച്ചാൽ അത് ആൻസർ ഫാൾസ് ആണ്. Static friction is independent of area of contact. True. Kinetic friction is directly proportional to the normal reaction. അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി ഓഫ് ദ ബോഡി. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. യൂസിങ് ഇറ്റ് ഡിറൈവ് എൻ ഇക്വേഷൻ ഫോർ ഫോഴ്സ്. നമുക്കറിയാം സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് എന്ത് ഫോഴ്സിൻ്റെ ഇക്വേഷൻ തരുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ the applied external force or external applied force to the body, and the momentum of the body happens to be in the direction where the force is exerted. But rate of change of momentum is proportional to the external applied force ആണ്. അപ്പം F is proportional to dp by dt. F is equal to k into dp by dt. നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഈക്വൽ ആക്കി മാറ്റണമെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ F is equal to k into dp by dt. k into d by dt of p എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ മാസിനെ പുറത്തെടുത്തു. അപ്പം k into m into dv by dt. അവിടെ വേരിയബിൾ ഏതാണ്? വെലോസിറ്റി ആണ്. dv by dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്താണ്? ആക്സിലറേഷൻ. അപ്പം k into m into a എന്ന് കിട്ടും. അപ്പം k SI സിസ്റ്റത്തിൽ kൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം F is equal to ma എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ യൂസിങ് ഇറ്റ് ഡിറൈവ് എൻ ഇക്വേഷൻ ഫോർ ഫോഴ്സ്. അപ്പം നമ്മൾ ഫൈനൽ എക്സ്പ്രഷനിൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് എഴുതണം. ഓക്കെ, ഇത്രയും എഴുതിയാൽ നമുക്ക് 3 മാർക്ക് ഈസി ആയിട്ട് കിട്ടി. ഇത് ഇത്ര വരെ പറഞ്ഞതിൽ ടഫായിട്ടൊന്നും പറയാനില്ല. മേ ബി കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ആ ഫ്രിക്ഷൻ ലോസ് കുറച്ച് കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഇൻ ലീനിയർ മോഷൻ? റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ലീനിയർ മോഷനും റൊട്ടേഷണൽ മോഷനും കമ്പയർ ചെയ്യുമ്പം എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഈക്വാലൻ്റ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ പല ടേംസ് പഠിക്കും. ആംഗുലാർ മൊമെൻറ്റം പഠിക്കും, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഫോഴ്സിന് അനലോഗ് ആയിട്ടുള്ള എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് എന്ത്? ടോർക്ക്. ഇനി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്ലോസ് ഓർ ഓപ്പൺ എ ഡോർ ബൈ അപ്ലൈയിങ് ഫോഴ്സ് അറ്റ് ദ ഹിഞ്ചസ്. വൈ? ഹിഞ്ചസിൽ ഫോഴ്സ് അപ്ലൈ നമ്മൾ എവിടെയാണ് എപ്പോഴും ഹാൻഡിൽ വെക്കുക? ഡോറിൻ്റെ ഹാൻഡിൽ ഹിഞ്ചസ് എന്ന് മാക്സിമം ഡിസ്റ്റൻസിലാണ് വെക്കുക അല്ലേ? അപ്പം ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഹിഞ്ചസ് ആയിരിക്കും. ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് ഈ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാക്സിമം ആകുമ്പോഴാണ് എന്ത് വരിക? നമുക്ക് ഈസി ആയിട്ട് തുറക്കാൻ പറ്റുക. നമ്മളിപ്പം അതിൻ്റെ സെൻറ്ററിൽ പോയിട്ട് നമ്മുടെ ഹാൻഡിൽ വെച്ച് കഴിഞ്ഞാലും തുറക്കാൻ പറ്റും, പക്ഷേ കുറച്ചുകൂടി ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം ഇവിടെ നമ്മൾ ആർ ക്രോസ് എഫ് ആണ് എന്ത്? ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. അപ്പം വെൻ വി അപ്ലൈ ഫോഴ്സ് ഓൺ ദ ഹിഞ്ചസ്, ഇവിടെ വിജാഗിരീൻ്റെ സ്ഥലത്ത് അവിടെ ഹിഞ്ചസിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്നില്ല. അതായത് ആർ എന്നുള്ളത് 0 ആണ്. അപ്പം ആർ 0 ആകുമ്പോൾ എന്ത് പറ്റും? ടോർക്കും 0 ആണ്. ടോർക്ക് 0 എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ എഫക്റ്റ് ഇല്ല. അവിടെ ഉള്ള അപ്ലൈഡ് ഫോഴ്സിന് റൊട്ടേഷണൽ എഫക്റ്റ് ഇല്ല. അപ്പം നമുക്ക് വാതിൽ തുറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് എന്ത്? ആ ഹിഞ്ചസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോർ തുറക്കാൻ പറ്റാത്തത്. അതേസമയം അടുത്ത ക്വസ്റ്റ്യൻ, ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ റൊട്ടേഷണൽ മോഷൻ എന്ന് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് വന്നിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഓർമ്മിക്കുക. ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് ഓഫ് മാസ് m and radius r about an axis passing through its center and perpendicular to its plane is mr square by 2. What is the radius of gyration in this case? അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. I is equal to mk square where k is the radius of gyration. അപ്പം mk square മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമുക്ക് mk square എന്ന് എഴുതാം. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് mr square by 2 ആണ്. എന്തിൻ്റെ? ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. അപ്പോൾ നമ്മളിത് ശരിക്കും വലിയൊരു ഡെറിവേഷനായിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനും ആണത്. അതും പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ആൻസർ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പം I is equal to mk square is equal to mr square by 2. അപ്പോൾ ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ തന്നാൽ ചിലതിൽ mr square by 4 ഉണ്ടാവും അല്ലേ? 5 by 2 mr square ഉണ്ട് ചിലതിന്. അങ്ങനെ
അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ ഇതേ മെത്തേഡിൽ ചെയ്ത ആൻസർ കിട്ടും. അപ്പോൾ എമ്മും ക്യാൻസലായി. അപ്പം കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 2, കെ ഇസ് ഈക്വൽ ടു ആർ ബൈ √2. ഓക്കെ, അപ്പോൾ ഇതേ ക്വസ്റ്റ്യന് അതിന് 1 മാർക്കാണ്. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ, ഇത്രയും ചെയ്ത 1 മാർക്ക്. യൂസിങ് തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സിസ് ഡിറൈവ് എൻ ഇക്വേഷൻ ഫോർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഡിസ്ക് അബൌട്ട് എ ഡയമീറ്റർ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഡിസ്ക് അബൌട്ട് എൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ് തന്നിരിക്കുന്നത്. ആ ഒരു ആൻസർ വെച്ചുകൊണ്ട് നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ട് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ ഡയമീറ്റർ ഡിറൈവ് ചെയ്യണം. അതിന് 2 മാർക്കാണ്. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ തന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡെറിവേഷൻ ഈസിയാണ്. അപ്പം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എടുത്തു കഴിഞ്ഞാൽ തേർഡ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ IZ ഇസ് ഈക്വൽ ടു IX പ്ലസ് IY എന്ന് എഴുതാൻ പറ്റും. അതേസമയം ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്ററിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് mr²/2 എന്ന് തന്നിട്ടുണ്ട്. അതാണ് എന്ത് ഇവിടുത്തെ തേർഡ് ആക്സിസ് ഏതാണ് ഇത് വരുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് ഇത് IZ ആണ് നമുക്ക് വരുന്നത്. അപ്പം IOയും IDയും ആണ് നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നത്. അപ്പം IO എന്നുള്ളത് അബൌട്ട് എൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ, ID എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ ഡയമീറ്റർ. അപ്പം IZ ഇസ് ഈക്വൽ ടു mr²/2. IX ആൻഡ് IY അത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ അതിനെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ഡയമീറ്റർ എന്ന് വിളിക്കാം. അപ്പം mr²/2 IZ ഇസ് ഈക്വൽ ടു mr²/2 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ്. ദാറ്റ്സ് ഈക്വൽ ടു ID പ്ലസ് ID ദാറ്റ് ഇസ് ഈക്വൽ ടു 2ID. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ID ഇസ് ഈക്വൽ ടു mr²/4. 2 മാർക്ക് ഈസി ആയിട്ട് എടുക്കാം. ഈ ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ തന്നെ പഠിച്ചിട്ട് പോയിക്കോളൂ, അതേ ക്വസ്റ്റ്യനൊക്കെ വരും. ഈ റൊട്ടേഷണൽ മോഷനിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, Question 23. Define orbital velocity of satellite. Derive an expression for orbital velocity. Orbital velocity എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു സാറ്റലൈറ്റിനെ അതിൻ്റെ ഓർബിറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആ വെലോസിറ്റിയാണ് എന്ത്, ഓർബിറ്റൽ വെലോസിറ്റി. വെലോസിറ്റി റിക്വയർഡ് ടു പുട്ട് എ സാറ്റലൈറ്റ് ഇൻ ടു ഇറ്റ്സ് ഓർബിറ്റ് അറൗണ്ട് ദ എർത്ത് ഈസ് കോൾഡ് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ നമുക്കിവിടെ എർത്തിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എർത്തിൻ്റെ റേഡിയസ് R എടുത്തു, ഓർബിറ്റൽ റേഡിയസ് ഓഫ് ദ സാറ്റലൈറ്റ് H എടുത്താൽ, അതായത് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ദ സാറ്റലൈറ്റ് മൂവ്സ് അറ്റ് എ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഓർബിറ്റൽ റേഡിയസ് ഇസ് അറ്റ് എ ഹൈറ്റ് ഓഫ് H ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് എടുക്കാം. അപ്പം ഒരു സാറ്റലൈറ്റ് അതിൻ്റെ ഓർബിറ്റിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പം ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം gmm/r² ആണ്. ആ r² എന്നുള്ളത് ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ദോസ് 2 ഒബ്ജക്ട്സ് ആണ്. അപ്പം H എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഹൈറ്റ് എബവ് ദ സർഫസ് ഓഫ് ദ എർത്ത് ആണ്. അപ്പം r+h ആണ് എന്ത് സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ gmm/r+h ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, mv²/r. അപ്പം mvo² ഓർബിറ്റൽ വെലോസിറ്റി VO, ഓക്കെ, mvo²/r+h വരും. അപ്പോൾ r+hഉം ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് VO² is equal to gm/r+h or V orbital is equal to square root of gm/r+h എന്ന് കിട്ടും. അതേപോലെ നമുക്കറിയാം, നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ ഇക്വേഷൻ അറിയാം, G is equal to gm/r² ആണ്. അപ്പോൾ അതിന് നമുക്ക് gm is equal to gr² എന്ന് എടുക്കാം. എന്നിട്ട് ഈ gm എന്നുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വേറൊരു ഇക്വേഷൻ കൂടി കിട്ടും, VO is equal to square root of gr²/r+h. ഇതിവിടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഡെഡ്യൂസ് ദ ഫോർമുല VO is equal to square root of gr²/r+h, അങ്ങനെ ചോദിച്ചാൽ മാത്രമേ ഇത് എഴുതിയാൽ മതി. ഇങ്ങനെയാണിത് കിട്ടുന്നത്, പക്ഷേ സ്റ്റെപ്പൊക്കെ സെയിം ആണ്. ഇവിടെ നിങ്ങൾ ഓർബിറ്റൽ വെലോസിറ്റി സ്ക്വയർ റൂട്ട് ഓഫ് gm/r+h വരെ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 24. റൈറ്റ് എനി 2 postulates of kinetic theory of gases. Write an equation for average kinetic energy of a molecule in terms of absolute temperature. 2 പോസ്റ്റുലേറ്റ് എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, അതിൽ 2 എണ്ണം എഴുതി ഓരോന്നിനും ഓരോ മാർക്ക് വീതം കിട്ടും. പിന്നെ ഫോർമുല എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ 3 പോസ്റ്റുലേറ്റ്സ് എഴുതിയിട്ടുണ്ട്. 5 പോസ്റ്റുലേറ്റ്സിൽ പഠിച്ചിട്ട് 3 എണ്ണം എഴുതിയ 3 എണ്ണം 2 എണ്ണം എഴുതേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഈസി ആയിട്ടുള്ള ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓൾ മോളിക്യൂൾസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ
in all possible directions. During this motion, they collide with each other and also with the walls of the container. Easy ആയിട്ട് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയോ, ദ കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഈ രണ്ടും എഴുതിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് 2 മാർക്ക് അവിടെ കിട്ടി. The average kinetic energy of a molecule is proportional to the absolute temperature of the gas. അപ്പം 2 എഴുതുക, എല്ലാം എഴുതേണ്ട ആവശ്യമില്ല, 2 മാത്രം എഴുതിയാൽ മതി. 2 ചോദിച്ചുള്ളൂ. ഇനി 2 postulates ആണ് ചോദിച്ചിരിക്കുന്നത്. അതേസമയം റൈറ്റ് an equation for average kinetic energy of a molecule in terms of absolute temperature. Average kinetic energy is equal to 3/2 kB into T. അപ്പോൾ നമുക്ക് ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ് അതേപോലെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ടേംസ് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. അവിടെ 1 മാർക്കാണ്. അപ്പം ഒരു ഇക്വേഷൻ, ജസ്റ്റ് ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ടേംസ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് മുന്നേ നിങ്ങൾ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അതിന് മുന്നത്തെ ആദ്യത്തെ 16 ക്വസ്റ്റ്യനും കൂടി കാണുക, എല്ലാം ചെയ്ത് പഠിക്കുക. എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പം അടുത്ത ക്ലാസ്സിൽ വേഗം തന്നെ വരും. അടുത്ത ക്ലാസ് പറഞ്ഞാൽ ഒരുപാട് ഡിലേ ഒന്നും ചെയ്യില്ല. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ക്വസ്റ്റ്യൻസ് 25 to 35 നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് ഒരുപാട് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലെങ്തി ക്ലാസ് ആയിട്ട് തോന്നും. അപ്പം ഓരോ 3-4 പാർട്ടായിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പം നെക്സ്റ്റിൽ 25 to 35, അതിൻ്റെ 4ാമത്തെ പാർട്ടിൽ 35 to 40 അത് വലിയ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അത് കാരണം 5 മാർക്കിൻ്റെ വരുന്നതാണ്. നെക്സ്റ്റിൽ നമ്മൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ക്ലാസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പം ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. 11th എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ +2 റെഗുലർ ബാച്ചസ് നമുക്ക്, റെഗുലർ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത പാർട്ട് 3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പാർട്ട് 3 ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.